സി മുകുന്ദനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ എതിർപ്പുമായി കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം. താന്യം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആന്റോ തൊറയൻ, KPCC വിചാർ വിഭാഗ് നാട്ടിക നിയോജക മണ്ഡലം ചെയർമാൻ ഷൈൻ നാട്ടിക എതിർപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ സമരം നടത്തിയ ആളുകൾക്ക് വേണ്ടി വോട്ട് പിടിക്കുക എന്നത് സാധിക്കില്ല, തിരുത്താൻ നേതൃത്വം തയ്യാറാവണമെന്നുമാണ് ഇരുവരുടെയും ആവശ്യം. പോലെ ഒരുപാട് ചെറുപ്പക്കാർ ഈ സംവരണ മണ്ഡലമായതുകൊണ്ട് കുറച്ച് നാളുകളായിട്ട് 15 കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്, 5 കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു മത്സരം ഈ വരുന്ന ഈ ഒരു നിയമസഭ ഇലക്ഷൻ ഇത് രണ്ട് ടേമുള്ളൂ. ഇനി 25 കൊല്ലമാണ് ഇതിൻ്റെ സംവരണം. അപ്പോൾ ഒരു ടൈം കൂടിയാണ് ഈ സംവരണ മണ്ഡലമായിട്ട് നിലനിൽക്കുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള അവർക്ക് മത്സരിക്കാനുള്ള ഒരു വേദി കൂടിയാണ് ഇത് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യാണ്ടിരിക്കാൻ ഒരു തിരുത്തലായിട്ട് നിൽക്കാനാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്കറിയാം ഇവിടെ ഇത്രയും ആളുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെറുപ്പക്കാരായിട്ടുള്ള ഒരുപാട് പേര് ഇതുമായി ബന്ധപ്പെട്ട് ഇതിന് വർക്ക് നടത്തുന്നവരുണ്ടായിരുന്നു. അപ്പോൾ അവരെ തഴഞ്ഞിട്ട് ഇപ്പം നേരത്തെ UDF ധാരണ പ്രകാരം CMP ആണ് മാറി മത്സരിച്ചില്ല. അന്ന് പാർട്ടിക്ക് ഒരിക്കലും എതിരെ ഞങ്ങൾ നിൽക്കില്ല ഈ കാര്യത്തിൽ. കാരണം പാർട്ടിയെ ധിക്കരിച്ചൊന്നും മുന്നോട്ട് പോവില്ല. കാരണം ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ തുറന്ന് പറയുകയും ചെയ്യും. തിരുത്താൻ ഞങ്ങൾ കൈക്കൊണ്ട അല്ലെങ്കിൽ പാർട്ടിയോട് ഞങ്ങൾ പറയുകയാണ്. തിരുത്തിയില്ലെങ്കിലും നാളെ ഒരു AICC KPCC ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ കൂടെ നിൽക്കും. സി മുകുന്ദന്റെ പ്രതികരണങ്ങൾക്കൊക്കെ പിന്നാലെ ഇപ്പോൾ സി മുകുന്ദൻ സ്ഥാനാർത്ഥിയാകുന്നതിൽ എതിർപ്പ് അറിയിച്ചിരിക്കുകയാണ് കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വമൊക്കെ. താന്യം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റായ ആന്റോ തൊറയനും KPCC വിചാർ വിഭാഗ നാട്ടിക നിയോജക മണ്ഡലം ചെയർമാനായ ഷൈൻ നാട്ടികയും ഒക്കെയാണ് ഇപ്പോൾ സി മുകുന്ദൻ സ്ഥാനാർത്ഥിയാകുന്നതിൽ ഇപ്പോൾ എതിർപ്പ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നലെ സമരം നടത്തിയ ആളുകൾക്ക് വേണ്ടി വോട്ട് പിടിക്കുക എന്നത് സാധിക്കില്ല എന്നാണ് അവർ പറയുന്നത്. തിരുത്താൻ നേതൃത്വവും തയ്യാറാവണമെന്നാണ് ഇരുവരുടെയും ആവശ്യം.